ഹലോ ഗൈസ്, അങ്ങനെ നയനയും കുഞ്ഞിനെയും ഇല്ലാതാക്കി ആദർശിനെ സ്വന്തമാക്കാനുള്ള പ്ലാനിങ്ങിലാണ് ജലജയുടെ മകളും ഭർത്താവും. അവർക്ക് നാട്ടിലേക്ക് വന്നതിൽ ഇതുപോലെ ഒരുപാട് ദുരുദ്ദേശങ്ങൾ ഉണ്ട് കേട്ടോ. നയനയെ ഇല്ലാതാക്കിയ മാത്രമാണ് ആദർശിന്റെ ഭാര്യയായിട്ട് അനന്തപുരിയിൽ വാഴാൻ അവന്തികക്ക് കഴിയത്തുള്ളൂ. അതുമാത്രമല്ല, ജലജയുടെ ഭർത്താവ് ഈ AN ജ്വല്ലറി മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വെട്ടിപ്പ് നടത്തിയിട്ടാണ് കേട്ടോ സ്വന്തമാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറിയെ ഇതിനു മുമ്പ് ഇയാൾ കരിവാരി തേക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മൂർത്തി മുത്തശ്ശൻ അയാളെ അടിച്ച് വെളി കളഞ്ഞതും. അതുകൊണ്ടൊക്കെ തന്നെ ആദർശിനെ സ്വന്തമാക്കിയാലേ ആ സ്വത്തുക്കൾ മുഴുവനും തന്റെ മകളിലേക്ക് വന്നു ചേരുള്ളൂ എന്ന് ഇയാളുടെ മനസ്സിൽ നല്ല ബോധ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ജലജയുടെ ഭർത്താവായ നാഗേന്ദ്രനും മകളും കൂടി ചേർന്നിട്ട് നയനയുടെ കാര്യത്തിൽ ഒരു വലിയ പ്ലാനിങ് തന്നെ നടത്തുന്നുണ്ട്. അതായത് നയനയെ കൊല്ലാൻ തന്നെയാണ് കേട്ടോ ഇവരുടെ തീരുമാനം. അത് മാത്രമല്ല, ഈ ഒരു എപ്പിസോഡിൽ വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. അതായത് മൂർത്തി മുത്തശ്ശന്റെ ഒരു അടുത്ത സുഹൃത്ത്, ആ സുഹൃത്തിന് നാഗേന്ദ്രനെ കുറിച്ച് എല്ലാം അറിയാട്ടോ. നാഗേന്ദ്രന്റെ ഓരോ നീക്കവും മുത്തശ്ശനെ വിളിച്ച് ഇയാൾ പറയാറുണ്ട്. പക്ഷേ ആ കാര്യമൊന്നും നാഗേന്ദ്രൻ അറിയില്ല. അക്കൂട്ടത്തിൽ മുത്തശ്ശനോട് ഇദ്ദേഹം പറയുന്നുണ്ട്, നാഗേന്ദ്രൻ ഗൾഫിൽ നിന്നും എന്തോ ലക്ഷ്യമിട്ടിട്ട് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. തന്നോട് ഏറ്റുമുട്ടാനുള്ള അത്രയും ഇപ്പൊ സമ്പാദിച്ചു കഴിഞ്ഞവ ഗൾഫിൽ നിന്നും. അതുകൊണ്ട് താനുമായി മത്സരിക്കാൻ തന്നെയായിരിക്കും അവൻ ഇപ്പൊ നാട്ടിലെത്തിയിരിക്കുന്നതെന്നുള്ള സൂചന കൊടുക്കാനിട്ടോ. ഇത് കേട്ടപ്പോൾ തന്നെ മൂർത്തി മുത്തശ്ശന് കാര്യമൊക്കെ ഏകദേശം മനസ്സിലാവാണ്. അതായത് ഇതിനു മുമ്പൊന്നും AN ജ്വല്ലറിയുമായിട്ട് ഒരു രീതിയിലും തർക്കം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. AN ജ്വല്ലറിക്ക് പിന്നിൽ നാഗേന്ദ്രൻ തന്നെയാണെന്നുള്ളത് മൂർത്തി മുത്തശ്ശൻ ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കിടലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ദേവയാനി നയനിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങോട്ടേക്ക് അപ്പൊ അവന്തിക വരുന്നുണ്ട്. താഴോട്ടേക്ക് അവന്തിക ഇറങ്ങി വരുമ്പോ തന്നെ കാണിക്കുന്നത് മരുമകൾക്ക് നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്ത് ഊട്ടിക്കുന്ന ദേവയാനിയാണ് കേട്ടോ. ഇത് കണ്ടപ്പോ അവന്തികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്റെ സ്ഥാനം തട്ടിയെടുത്ത് അവിടെ കയറി നെളിഞ്ഞു നിവർന്നിരുന്ന് അവൾ ഭക്ഷണം കഴിക്കാം, നാണമില്ലാത്തവള്. ഇതും പറഞ്ഞ് നയനയെ ദേഷ്യം പിടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കാട്ടോ അവന്തിക. ആ സമയത്ത് ദേവിയനെ അവന്തികയെ കാണുന്നുണ്ട്. ആ മോളെ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അത് പിന്നെ അമ്മായി, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു മൂഡില്ല. അത് ശരി, അതെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു മൂഡില്ലാത്തത്? അത് പിന്നെ വേറൊന്നുമില്ല അമ്മായി, അയർലാൻഡിലൊന്നും ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് അധികം സ്കിപ്പ് ചെയ്യാറാ പതിവ്. അതൊക്കെ നിന്റെ അയർലാൻഡില്, ഇവിടെ അതൊന്നും നടക്കില്ല. ഇവിടുത്തെ ചിട്ടങ്ങളൊക്കെ നിനക്ക് അറിയാലോ. മോള് കുറച്ചു കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിലോട്ട് കയറി ചെല്ലേണ്ട പെൺകുട്ടിയാ. അതുകൊണ്ട് അവിടെ ചെന്ന് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ലെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അയ്യോ അമ്മായി, അതിന് ഞാൻ വാശിയൊന്നും പിടിക്കുന്നില്ല. ഇന്നെന്തായാലും അമ്മായിക്ക് വേണ്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ എനിക്ക് വേണ്ടി നീ കഴിക്കണ്ട, നിനക്ക് വേണ്ടി നീ കഴിക്കണം. ശരി അമ്മായി, ഞാൻ കഴിച്ചോളാം. അല്ല അമ്മായി, എനിക്ക് ഇതുപോലെ വാരി തരുമോ? അല്ല, ഇപ്പം മരുമകൾക്ക് മാത്രമാണല്ലോ ഭക്ഷണം വാരി കൊടുക്കുന്നത്. പണ്ടൊക്കെ എനിക്ക് ഒരുപാട് അമ്മായി വാരി തന്നിട്ടുണ്ട്. അതൊക്കെ ചെറുപ്പത്തിലല്ലേ, നീ ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്ക്. നയനയ്ക്ക് ഭക്ഷണം ഇതുപോലെ കൊടുത്തില്ലെങ്കിലേ അവള് മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. ശരി ശരി, അപ്പൊ പിന്നെ ഞാൻ എടുത്ത് കഴിച്ചോളാം. ഇതും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ കിച്ചണിലോട്ട് ചെല്ലുന്ന സമയത്താണ് അവിടെ ജലജ നിൽക്കുന്നത് കാണിക്കുന്നത്. ജലജ ഒരുപാട് ജോലി ചെയ്ത് ടയേർഡായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ അവന്തികയ്ക്ക് വിഷമം വരുന്നുണ്ട്. പാവ എന്റെ അമ്മ, ഈ വലിയ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് എന്റെ അമ്മയുടെ നടുവൊടിയും. ഇതൊക്കെ അച്ഛനെ അറിയിക്കണം. എന്റെ അമ്മയിട്ട് ഇവിടെ കഷ്ടപ്പെടുത്തുക. അവരെന്റെ അമ്മയെ വലിച്ചു മുറുക്കുക. പ്രത്യേകിച്ച് ആ ദേവയാനി പന്ന കിളവി, അവർക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്റെ അമ്മയെ കഷ്ടപ്പെടുത്തിയതുപോലെ അവരെ ഞാനൊരു വേലക്കാരിയെ പോലെ കഷ്ടപ്പെടുത്തിക്കും. അതിനുള്ളൊരു അവസരത്തിനായിട്ട് ഞാനും എന്റെ അച്ഛനും കാത്തു നിൽക്കുക. ഇത് പറഞ്ഞുകൊടുക്കുന്ന സമയത്താണ് ജലജ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്നത്. മോളെ, നീയോ? നീ എന്താ അവിടെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത്? നീ എപ്പോഴും എഴുന്നേറ്റത്? അത് പിന്നെ അമ്മേ, ഞാൻ കുറച്ചു നേരമായി എഴുന്നേറ്റിട്ട്. എന്നാലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഞാൻ എടുത്തുതരാം. അയ്യോ വേണ്ട അമ്മേ, അമ്മയ്ക്ക് ഇവിടെ ഒരുപാട് ജോലി ഉണ്ടല്ലേ. അതിനെ കുറിച്ചൊന്നും പറയണ്ട. നിന്റെ ഏട്ടനൊരു വയ്യാവേലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. അതിനുശേഷം എനിക്കിവിടെ എടുപ്പത് പണിയാ. മോളെ, എനിക്ക് ഇവിടുത്തെ ജോലി എടുത്ത് എന്റെ നടു ഒടിഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാ നിന്റെ ഈ ഒരു മനമാറ്റവും. സത്യം പറയാലോ, എനിക്ക് വയ്യ മോളെ. അമ്മയുടെ അവസ്ഥയിൽ എനിക്ക് നല്ല വിഷമുണ്ട്. എന്നിട്ട് എന്താ കാര്യം? നീ അവരുടെയൊക്കെ കൂടെ കൂടി നിൽക്കുവല്ലേ, സ്വന്തം അമ്മയെ വരെ കൊച്ചാക്കിക്കൊണ്ട്. അമ്മയെ മാത്രമാണോ, ഏട്ടനെയും? നിന്റെ ഏട്ടനെ വരെ നീ താറടിച്ചാൽ സംസാരിക്കുന്നത്. അതൊക്കെ അഭി കേട്ട് നോക്കണം. അമ്മേ, നമുക്കിപ്പോ തൽക്കാലം ഇങ്ങനെയൊക്കെ നിന്നേ പറ്റൂ. നിക്കണം, അതെന്റെ ഗതികേടായിപ്പോയി. നിന്റെ ഏട്ടനെ നിന്റെ അച്ഛനെ പോലെ തന്നെയാ. എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇനി ഇപ്പൊ എന്തെങ്കിലും കള്ളം ചെയ്യുവാണെങ്കിലേ കള്ളം ചെയ്യാൻ നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം. അല്ലാതെ നിന്റെ അച്ഛനെ പോലെയാ നിന്റെ അഭി. എന്ത് ചെയ്താലും പൊട്ട കിണറ്റിലാ വന്ന് വീഴുന്നത്. എന്റെ അച്ഛനെ കുറിച്ച് അമ്മ അങ്ങനെയൊന്നും പറയണ്ട. എന്റെ അച്ഛനിപ്പം മൂർത്തീസ് ജ്വല്ലറിയെ പോലെ തന്നെ വളർന്നു നിൽക്കുന്ന വലിയൊരു വൃക്ഷമാണ്.
എന്താ മോളെ, നീ എന്താ ആലോചിക്കുന്നത്? വന്നപ്പോ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. നിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. അത് പിന്നെ അമ്മേ, സത്യം പറഞ്ഞ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ നേരായ വഴിയിലൂടെ നടന്നിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടും. മുത്തശ്ശിന് നമ്മളിങ്ങനെ അകറ്റി നിർത്തുമായിരുന്നോ? സത്യം പറഞ്ഞാൽ ചേട്ടൻ ചെയ്യുന്ന തലയില്ലാത്ത ചില പ്രവർത്തികൾ കാരണമാണ് നമുക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. ആ, അതൊരു കണക്കിന് നീ പറഞ്ഞത് ശരിയാ എന്ന് കരുതിയിട്ടേ നമ്മൾ ക്യാരക്ടർ വിട്ട് നിൽക്കണമെന്നില്ല. അമ്മ അതൊക്കെ മതിയാക്കി എൻ്റെ കൂടെ വാ. എനിക്ക് ഇനിയും ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. ആ ദേവ്യാനി ആ പണിയൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അമ്മേ, അതൊക്കെ അവിടെ വെച്ചിട്ടൊന്ന് വാ. പറ്റില്ല മോളെ, അതൊക്കെ അവിടെ കിടക്കുന്ന കണ്ടാലേ ആ ദേവ്യാനി കയറെടുത്ത് ചാടും. പിന്നെ നവ്യയ്ക്ക് അത് മതിയായിരിക്കും. ഇത് വലിയ കഷ്ടമാണല്ലോ. അല്ല, ഇവിടെ ഒരു പെണ്ണ് ജോലിക്ക് വരാറില്ലായിരുന്നോ? ആ സ്ത്രീ ഇപ്പൊ വരുന്നില്ലേ അമ്മേ? അവളുടെ കാര്യമൊന്നും പറയണ്ട. അവള് വന്നിരുന്നു. ഇപ്പൊ അവൾക്ക് ഫ്രീ ആയിട്ട് ശമ്പളം കൊടുത്തോണ്ടിരിക്കുക. അവള് വീട്ടിൽ നിൽക്കുന്നു, ഞാൻ അവളുടെ ജോലിയൊക്കെ ഇവിടെ ചെയ്യുന്നു. അതെന്തിനാ ഫ്രീ ആയിട്ട് ശമ്പളം കൊടുക്കുന്നത്? മനഃപൂർവ്വം അമ്മയെ ദ്രോഹിക്കില്ല അവര്. അതെ, അതെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. എന്നിട്ടും നിനക്ക് അവരോടല്ലേ കൂറ്? അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ടൊക്കെയല്ലേ ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത്. അവരുടെ ഭാഗത്ത് സത്യം ഉണ്ട് അമ്മേ. അമ്മ ഇനിയെങ്കിലും ഒന്ന് നന്നാവും നോക്ക്. നീ ഒന്ന് എന്റെ കൺമുമ്പിന്ന് പോയേ. നീ അയർലാൻഡിൽ നിന്ന് വന്നാലേ നിന്റെ കൂടെ എനിക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നറിയോ? അതൊക്കെ തകർക്കാനായിട്ട് കെട്ടി ഒരുങ്ങി വന്നേക്കോ അയർലാൻഡിൽ നിന്ന്. നീ തൽക്കാലം അയർലാൻഡിലോട് എന്നെ തിരിച്ചു വെക്കോ. അമ്മ അങ്ങനെ പറഞ്ഞാലേ ഞാൻ അയർലാൻഡിലോട്ട് തിരിച്ചു പോവും. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു നിൽക്കാം. നീ ഇവിടെ തന്നെ നിൽക്കണം. പിന്നെ അവന്തികയുടെ കല്യാണ ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം മോളെ. അതിനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. മൂർത്തീസ് ജ്വല്ലറിക്കൊപ്പം നിൽക്കുന്ന പണക്കാരെ തന്നെ വേണം നീ കെട്ടാനെന്ന്. നിന്നേലേ ഇനി എനിക്ക് പ്രതീക്ഷയുള്ളൂ മോളെ. അമ്മ നോക്കിക്കോ, ഞാൻ ഏറ്റവും നല്ല പണക്കാരനെ തന്നെ കിട്ടും. ആ ഒരു പ്രതീക്ഷ അമ്മയ്ക്കില്ലാതില്ല. നീ എന്തായാലും അബിയെ പോലെ ആവരുത്. ഒരിക്കലും ഇല്ല അമ്മേ. അപ്പോഴാണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. ജലജെ, നീ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിൽക്കാണോ? നിന്റെ ജോലിയൊക്കെ തീർത്തോ? അത് പിന്നെ ഏട്ടത്തി, ഒരുവിധം തീർന്നോണ്ടിരിക്കുന്നോ? അപ്പൊ ബാക്കിയുള്ളതൊക്കെ ആര് തീർക്കും? അത് കഴിഞ്ഞിട്ട് വേണം അവിടെ തറ തുടയ്ക്കാൻ. ഏട്ടത്തി, ഇനിയിപ്പം ഞാൻ തറയും തുടയ്ക്കണോ? ഇവിടെ ഒരുപാട് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുവാ ഞാൻ. എന്റെ നടു ഒടിഞ്ഞ ഏട്ടത്തി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. നിനക്ക് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ മര്യാദയ്ക്ക് നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്റെ തരി സ്വരൂപം പുറത്തെടുക്കും. അത് വേണോ ജലജെ? അയ്യോ വേണ്ട ഏട്ടത്തി, എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ പണിയും ഞാൻ ചെയ്തോളാം. ഇത് കേട്ടപ്പോഴാണ് കേട്ടോ അവന്തികയ്ക്ക് ദേഷ്യം വരുന്നത്. അവന്തിക പറയുന്നുണ്ട്, അമ്മായി, എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. പാവം അമ്മ ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മയല്ലേ. അമ്മയും ചേട്ടനൊക്കെ ചെയ്തു കൂട്ടിയ തെറ്റല്ലെന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഈ സമയം ആ മീനാക്ഷി ചേച്ചിയെ ഒന്ന് വിളിച്ചാല് അമ്മയ്ക്ക് വലിയ ഉപകാരമാവും. ഇത് കേട്ടപ്പോ ദേവ്യാനിക്കും എന്തോ പോലെ തോന്നാൻ കേട്ടോ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, കേട്ടോടി നിന്റെ മോള് പറഞ്ഞത്. നിന്റെ മോക്ക് നിന്നോട് സ്നേഹമുണ്ട്. നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെല്ലാം നിന്റെ മകൾ അറിഞ്ഞു കഴിഞ്ഞാലേ നിന്നെ കൊണ്ട് ഇരുന്ന് തറ തുടപ്പിക്കും. അത് വേണോ? വേണ്ട ഏട്ടത്തി, അവൾ എന്തൊക്കെയോ അറിവില്ലായ്മയിൽ പറയുന്നതാ. അതങ്ങ് വിട്ടേക്ക്. അവന്തിക എന്തായാലും എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ. അതുകൊണ്ടേ തൽക്കാലം നാളെ മുതൽ മീനാക്ഷിയോട് വരാൻ പറയാം. എന്ന് കരുതി മീനാക്ഷിയെ കൊണ്ട് എല്ലാ പണി എടുപ്പിക്കാന്ന് നീ കരുതണ്ട. പിന്നെ തൽക്കാലത്തേക്ക് ഞാൻ മീനാക്ഷിയെ വിളിക്കുന്നുള്ളൂ. നിന്റെ ജോലിയൊന്നും ഞാൻ നോക്കട്ടെ. ജോലിയിൽ ഉഴപ്പിയാ പിന്നെ ഞാൻ വീണ്ടും മീനാക്ഷിയെ പറഞ്ഞു വിടും. അത് വേണോ വേണ്ടേ എന്നുള്ളത് നീ തീരുമാനിച്ചോ. ഇത് പറഞ്ഞുകൊണ്ട് ദേവ്യാനി പോവാണ് കേട്ടോ. അമ്മേ, ഞാൻ പറഞ്ഞതുകൊണ്ട് മീനാക്ഷി ചേച്ചി വിളിക്കാന്ന് പറഞ്ഞു. ഇനി ദയവ് ചെയ്തിട്ട് അമ്മയായിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി ആ സ്ത്രീയുടെ മുന്നിൽ റിക്വസ്റ്റ് ചെയ്യാൻ. അതെ, എന്റെ അമ്മായിയാണ്. അമ്മായി പറഞ്ഞ കാര്യങ്ങളിലും ചിലതിലൊക്കെ സത്യമുണ്ട്. അമ്മ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇപ്പൊ അവസ്ഥ വന്നത്. മര്യാദയ്ക്ക് നോക്കി കണ്ടൊക്കെ നടക്കുമായിരുന്നെങ്കിലേ ഈ അവസ്ഥയൊന്നും വരത്തില്ലായിരുന്നു. അമ്മേ, എനിക്ക് ഇവിടെ നിൽക്കാനുള്ള സമയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകണം. അവിടെ പോയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. അല്ല, നീ എങ്ങോട്ട് പോവാ? അതൊക്കെ സർപ്രൈസാ. ഞാൻ പോയി വന്നിട്ട് പറയാം. ദേവന്തികെ, നീ വന്നിട്ട് നിന്റെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക. ഞാൻ ഏത് നിമിഷം പൊട്ടിത്തെറിക്കാൻ വേണ്ടി നടക്കും ആ ദേവയാനി. അതിനു മുന്നേ നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിച്ചയക്കണം. എന്റെ അമ്മേ, നിങ്ങൾക്ക് ഈ കെട്ടിച്ചയക്കണമെന്ന് പറയാൻ തന്നെയുള്ളൂ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ നിന്റെ ഏട്ടന്റെ കയ്യിലോ വല്ലതും ഉണ്ടോ നിന്നെ കെട്ടിച്ചയക്കാൻ? ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ട് വേണം. അതൊക്കെ സമയത്തിന് നടന്നോളൂ അമ്മേ. എന്നെ ഇവിടെ എല്ലാവർക്കും വിശ്വാസാ. പിന്നെ ഞാൻ അവരോട് വിശ്വാസവഞ്ചനയും കാണിക്കുന്നില്ല. ഞാനേ പോയിട്ട് വരാം ഡാർലിംഗ്. ഇതും പറഞ്ഞുകൊണ്ട് ജലജയുടെ കവളത്തൊരു നുള്ളു കൊടുത്തോണ്ട് പോവാണ് കേട്ടോ. ഈ പെണ്ണ് ഒരുപാട് മാറിക്കഴിഞ്ഞു അവള്. ഇനി ഇവക്ക് വേണ്ടി വല്ല കൂടോത്രം ചെയ്തോ മനസ്സ് മാറാൻ വേണ്ടിട്ട്? പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഒരു കിഴവി കുടുംബക്ഷേത്രത്തിലോട്ട് പോയിട്ടുണ്ടല്ലോ. കുറെ നാളായാലും പോയിട്ട്. ഇനി അങ്ങനെ വല്ലതും ചെയ്തോന്ന് പറയാനാവില്ല.
ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവന്തികയാണ് കേട്ടോ. അവന്തികയാണെങ്കിൽ ഒരു ഹോട്ടൽ മുറിയിലേക്ക് കയറി ചെല്ലുന്നത് കാണിക്കുന്നുണ്ട്. കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഈ നാഗരാജൻ പുറത്തോട്ട് നോക്കുന്നുണ്ട്. മകളെ കണ്ടപ്പോ തന്നെ ഡോറ് തുറക്കുന്നുണ്ട് കേട്ടോ. ഹാ മോളെ, നീ വന്നോ? ഞാൻ കരുതി മോള് കുറെ നാളുകൾ കൂടി അനന്തപുരിയിലേക്ക് പോവല്ലേ, അതുകൊണ്ട് അവിടെ വലിയ സ്വീകരണവും പാർട്ടിയൊക്കെ ഉണ്ടായിരിക്കുമെന്ന്. പാർട്ടി പോയിട്ട് ഭക്ഷണത്തിനൊരു സ്പെഷ്യൽ പോലും ഇല്ല അച്ഛാ. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ എന്റെ മോൾക്ക് അവിടെ ഒരു വാല്യൂ ഇല്ലേ? ഇല്ല അച്ഛാ, അമ്മയ്ക്കും ഏട്ടനും വാല്യൂ ഇല്ലാത്തോടത്ത് എനിക്ക് എന്താ സ്ഥാനം? നമുക്ക് അതിന്റെ ഒക്കെ ആവശ്യം എന്തിനാ മോളെ? അതുകൊണ്ട് ആ വാല്യൂയുടെ ആവശ്യം നമുക്കില്ല. പക്ഷെ അച്ഛാ, ഞങ്ങൾക്കൊന്ന് അർഹതപ്പെട്ട ആ സ്വത്തുക്കളൊക്കെ അങ്ങനെ വെറുതെ വിടണമെന്നില്ലല്ലോ. ഒരിക്കലും ഇല്ല മോളെ. സ്വത്തില് നിങ്ങളുടെ അമ്മയും എന്റെ ഭാര്യയുമായ ജലജയ്ക്ക് അവകാശമുണ്ട്. ആ ഒരു കാൽഭാഗ അവകാശം നമുക്ക് കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവര് നമ്മളെക്കാളൊക്കെ എത്രയോ താഴെയായിരിക്കും. അച്ഛാ, അങ്ങനെ നമുക്ക് കിട്ടേണ്ടത് മാത്രം കിട്ടിയാ പോരാ. ആനന്ദപുരിയിലെ സ്വത്ത് മുഴുവനും എനിക്ക് കിട്ടണം. അതിനാ കിളവൻ ചാവണം. അതിന് വല്ല പ്ലാനിങ്ങും മോളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനോട് കട്ടയ്ക്ക് ഞാനും നിൽക്കും. എന്റെ മനസ്സിലുണ്ടച്ചാ ആ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനുള്ള നല്ലൊരു മാർഗം. എന്താ മോളെ, മോൾ എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? അച്ഛാ, അവിടെയുള്ള സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ഒരു വീട്ടിൽ നിന്ന് 2 എണ്ണം തുനിഞ്ഞിറങ്ങിയേക്കുന്നുണ്ടല്ലോ. മൂന്നാമതൊരുത്തും കൂടി ഇപ്പൊ ശ്രമിച്ചോണ്ടിരിക്കുക. മോള് നയനയുടെയും നവ്യയുടെയും കാര്യമാണോ പറയുന്നത്? അതെ അച്ഛാ, അവരുടെ കാര്യം തന്നെ. ഈ നയനയും നവ്യയും നല്ല സൂത്രക്കാരികളാ അല്ലേ മോളെ? നയന സൂത്രക്കാരിയാ, പക്ഷെ നവ്യയുടെ കാര്യം അങ്ങനെയൊന്നുമല്ല. അവളൊരു മണ്ടിയാ. ഏട്ടൻ എത്ര വലിയ തെറ്റാ ചെയ്തതെന്നറിയോ? എന്നിട്ട് ആദർശേട്ടൻ ആ തെറ്റ് ചെയ്തതൊന്നും വീരവാദം മുഴക്കി നടക്കുക. സത്യം പറഞ്ഞ ഏട്ടനും അമ്മയും ആ സ്ത്രീയെ പറ്റിക്കുക അച്ഛാ. അതില് നമുക്കെന്താ മോളെ നഷ്ടം? അവള് പറ്റിക്കപ്പെടട്ടെ. എന്നായാലും അവള് പുറന്തള്ളപ്പെടേണ്ടതല്ലേ? അതെ അച്ഛാ, അവളെ പുറത്താക്കിയിട്ട് എന്റെ ഏട്ടന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിച്ചേൽപ്പിക്കണം. ഏട്ടനെ വലിയ സ്വത്തൊക്കെയുള്ള കുടുംബത്തിന് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം. അതെന്തായാലും എന്തെങ്കിലും ഒരു ദിവസം നടക്കണം. എന്റെ മോൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ആ നവ്യ എന്ന് പറയുന്നവളെ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അതിനൊക്കെ ഒരുപാട് കടമ്പ കടക്കേണ്ടിയിരിക്കുന്നു മോളെ. ആദ്യമൊന്നും ഞാൻ ബിസിനസ്സിൽ പച്ച പിടിക്കട്ടെ, അതിനുശേഷമാക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. അച്ഛാ, എന്റെ കല്യാണക്കാരിയാ ഇപ്പൊ അമ്മയുടെ വലിയ ടെൻഷൻ. അതെന്താ? നിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ടതില്ല. എന്റെ ഒരു സുഹൃത്തിന്റെ മകനുണ്ട്. അവര് വലിയ കോടീശ്വരന്മാരാ. അവർ നിന്നെ ചോദിച്ചു വെച്ചേക്കുവാ. സമയം സന്ദർഭമൊക്കെ അനുസരിച്ച് നമുക്ക് ആ വിവാഹം നടത്താം. അയ്യോ അച്ഛാ, അത് വേണ്ട. അതെന്താ? അതിന് സമയം എടുക്കുക അച്ഛാ. അതിനു മുമ്പ് ഞാൻ വലിയൊരു നാടകം കളിക്കാൻ പോവാ. നാടകമോ? എന്ത് നാടകം? ഇതുവരെ ഞാൻ അച്ഛനോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ അച്ഛനോട് അത് പറയും. എന്താ മോളെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോടത് തുറന്നു പറ. അച്ഛാ, എനിക്ക് ആദർശിന്റെ ഭാര്യയാവണം. എന്ത്? ആദർശിന്റെ ഭാര്യയാവണമെന്നോ? അതെങ്ങനെ നടക്കും? ആദർശിന് ഇപ്പോൾ ഓൾറെഡി ഒരു ഭാര്യ ഇല്ലേ? ആ ഭാര്യയുടെ വയറ്റിൽ ഇപ്പൊ അവന്റെ കുഞ്ഞും വളരുന്നുണ്ട്. പിന്നെ എങ്ങനെയാ നിനക്ക് അവിടെ കയറി പറ്റാൻ പറ്റുക? അവളാണ് അച്ഛ എന്റെ ജീവിതത്തിലെ കരട്. ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടാതെ പോയത് അവൾ ഒറ്റയൊരുത്തി കാരണമാ. അച്ഛാ, അവളെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് ആദർശിന്റെ ഭാര്യ എന്നുള്ള പദവി വേണം. മോളെ, നീ എന്തിനാ അവനെ കെട്ടുന്നത്? അവരെ പോലെ തന്നെ കോടീശ്വരന്മാരാണ് വിനീതും ഫാമിലിയും. വിനീത് നിന്നെ ചോദിച്ചു വെച്ചേക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? അതൊക്കെ ശരിയാണ് അച്ഛാ. പക്ഷെ നമുക്ക് കിട്ടേണ്ട സ്വത്ത് അങ്ങനെ വെറുതെ പാഴാക്കി കളയണോ? അവരെ പാപ്പരാക്കിയിട്ട് ഞാൻ വിനീതിനെ കെട്ടും. എന്നാലും മോളെ, അതൊക്കെ വലിയ റിസ്ക് അല്ലേ? അച്ഛൻ എന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനന്തപുരി മൊത്തം കൈക്കലാക്കാം. ഞാൻ മോളുടെ കൂടെ എന്തിനും ഏതിനും കട്ട സപ്പോർട്ടായിട്ടുണ്ടാകും. ആദ്യം നമ്മുടെ അമ്മ ഈ വിവരമൊക്കെ അറിയുന്നത് നല്ലതായിരിക്കും അച്ഛാ. മോളെ, അത് ആപത്താണ്. ജലജയോട് ഈ കാര്യമൊന്നും പറഞ്ഞേക്കരുത്. അത് വേറൊന്നും കൊണ്ടല്ല, ജലജയ്ക്ക് എടുത്തുചാട്ടം കൂടുതലാ. നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ അവൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സത്യങ്ങൾ നവ്യ അറിയുന്നതിൽ അവക്കൊരു കുഴപ്പം ഉണ്ടാവത്തില്ല. അങ്ങനെയായ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ ഇനിയും സമയം പിടിക്കും. അത് ശരിയാ അച്ഛൻ പറഞ്ഞത്. നവ്യ സത്യം അറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് നല്ലതെന്ന് കരുതിയിരിക്കുക. പിന്നെ എന്റെ കല്യാണം ആലോചിച്ച അമ്മയും ഏട്ടൻ അവിടെ കടിച്ചു തൂങ്ങുന്നത്. പിന്നെ ആ നവ്യ ഉണ്ടല്ലോ, അവൾ എൻ ജ്വല്ലറിയിലെ വലിയ ഓഫറിനെ കുറിച്ച് അവിടെ എന്തോ ഭാവം പോലെ പറയുന്നുണ്ടായിരുന്നു. അവൾ എന്തോ വലിയ സുന്ദരിയാണെന്ന് അവളുടെ വിചാരം. 5 പൈസക്ക് പറ്റാത്ത ബോഡിയാണെന്നുള്ളത് ആരും എടെങ്കിലും പറയാൻ പറ്റുമോ അച്ഛാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം സൗന്ദര്യമൊക്കെ നവ്യയ്ക്കും ഉണ്ട്. ഓ, എനിക്കെന്തോ തോന്നിയില്ല. എന്തായാലും എന്റെ ഏട്ടന്റെ ഭാര്യ ആവാനുള്ള സൗന്ദര്യമൊന്നും അവളിൽ ഞാൻ കാണുന്നില്ല. ആദർശ് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലായിരുന്നു അവള്. എന്തോ ഒരു ഭാഗ്യത്തിന് അത് നയനയ്ക്ക് കിട്ടി. അച്ഛാ, ആ ദേവ്യാനുണ്ടല്ലോ, അവരിപ്പോ അവരുടെ മരുമകളെ നോക്കുന്ന കണ്ടിട്ടേ ആ സ്ഥാനത്ത് എനിക്ക് എന്നെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അച്ഛാ. മോളെ, എങ്ങനെയെങ്കിലും നിയന്ത്രിച്ചവിടെ നിൽക്ക്. നമുക്കൊരവസരം വരും. ആ സമയത്ത് നമുക്ക് തിരിഞ്ഞു കൊത്താം. അതെ അച്ഛാ. അല്ല, അപ്പൊ പിന്നെ ഈ നയനി എന്ത് ചെയ്യാനാണ് നീ തീരുമാനിക്കുന്നത്? ആദർശിനെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നയനി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അതെ അച്ഛാ, അവളെ കൊല്ലണം. അതാ ഞാൻ തീരുമാനിച്ചു വെച്ചേക്കുന്നത്. കൊല്ലാനോ? എന്താ, അച്ഛനെ കൊണ്ട് പറ്റില്ലേ? അച്ഛൻ അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുള്ളതാ?
മോളെ, ബിസിനസിന്റെ കാര്യമായിട്ട് അച്ഛൻ ഒളിവിലും മറവിലും പലതും നടത്തിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഇതത്ര നിസ്സാര സംഭവമൊന്നുമല്ല. മൂർത്തി അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അതിനാദ്യം അയാളെ കൊല്ലണം അച്ഛാ. ഹാരെ, മൂർത്തിയെയോ? മൂർത്തിക്ക് വലിയ പ്രൊട്ടക്ഷൻ അല്ലേ അനന്തപുരിയില്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും മോളെ? അതിനുള്ള വിദ്യയൊക്കെ എന്റെ അടുത്തുണ്ട് അച്ഛ. അച്ഛനെ നാണം കെടുത്തി അനന്തപുരിന്ന് പറഞ്ഞു വിട്ടവനല്ലേ അയാളെ ഞാൻ ഉടനെ തന്നെ ദൈവത്തിന്റെ അടുത്തോട്ട് പറഞ്ഞു വിടാൻ പോവുക. എന്നുവെച്ചാൽ അച്ഛാ, അച്ഛനെ അപമാനിച്ച അയാളെയാണ്, ആ കിളവനെ ഞാൻ ആദ്യം കൊല്ലാൻ നോക്കുന്നത്. മോളെ, അനന്തപുരിയാണ്. എല്ലായിടത്തും ക്യാമറ കണ്ണുകൾ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യുകയാണെങ്കിലും നീ ചെയ്യാൻ. ശരി അച്ഛാ. അല്ല, നയനയുടെ കാര്യത്തിൽ അപ്പൊ എന്താ തീരുമാനം എടുക്കുന്നത്? ഒന്നെങ്കിൽ അവളെ ഞാൻ പുറം ലോകം കാണാത്ത വിധത്തിൽ തളയ്ക്കപ്പെടുത്തും, അല്ലെങ്കിൽ പിന്നെ ഞാൻ അവളെ കൊല്ലുന്നേക്കാൾ നല്ലതേ അവളെ വല്ല സ്ഥലത്തോട്ട് നാട് കടത്തുന്നതാ. അതാവുമ്പോ അവളും അവളുടെ കുഞ്ഞുമായിട്ട് നിറയിച്ച് എവിടെങ്കിലും ജീവിച്ചോളും. അച്ഛാ, അതൊരു ബെറ്റർ ആയിട്ടുള്ള ഐഡിയ ആണ്. അച്ഛന്റെ കീഴില് അങ്ങനെ എന്തെങ്കിലും ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം അച്ഛാ. അതിനാളുകളൊക്കെ എന്തിനാ മോളെ? നമ്മുടെ ആളുകൾ തന്നെ പോരെ. അവൾ എവിടെയെങ്കിലും കൊണ്ടിട്ടോളൂ. ആ കാലയളവിനുള്ളിൽ നീ എങ്ങനെയെങ്കിലും ആദർശിന്റെ ഭാര്യയാവണം. പക്ഷേ അതൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ല അച്ഛാ. അവള് മരിച്ചു പോയാൽ പിന്നെ ആദർശിന് പിന്നീട് ചിന്തിക്കാൻ ഒരു പെണ്ണില്ലെന്ന് വിചാരിക്കാം. കാണാതായ പോയ പെണ്ണിനെ ആദർശ് എത്ര കാലം ഇങ്ങനെ ആലോചിച്ചിരിക്കും? നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നീ വിഷമിക്കാതിരിക്കും മോളെ. അല്ല, മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണോ? ഇല്ല അച്ഛാ, അവിടെ വെജിറ്റേറിയനാ. നോൺ വെജ് ഒന്നും അധികം വെക്കാറില്ല. അമ്മ അവിടുത്തെ ജോലി മുഴുവൻ ചെയ്യുന്നത്. അച്ഛൻ അമ്മയെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ? അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? അച്ഛൻ അമ്മയെ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? മോളെ, കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞാ മൂർത്തിയസ് ജ്വല്ലറിയേക്കാളും ജ്വല്ലറി വളർന്ന് പന്തലിക്കും. അപ്പൊ പിന്നെ എന്റെ ഭാര്യ എനിക്ക് കൂട്ടിക്കൊണ്ടുവന്നൂടെ? ശരി അച്ഛാ. അല്ല, മോൾക്കെന്നാ ബ്രേക്ക്ഫാസ്റ്റ് പറയട്ടെ? വേണ്ടച്ചാ, ഞാൻ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. ശരി മോളെ, എന്നാ പിന്നെ മോൾ ഇറങ്ങിക്കോ. പിന്നെ മോൾ ഇവിടുന്ന് പോകുന്നതും ആവുന്നതും ഒന്നും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും മോളെ. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛാ. ആരും കാണാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ തിരിച്ചു പൊക്കോ. ശരി അച്ഛാ. ഇതും പറഞ്ഞുകൊണ്ട് അച്ഛനെ ഹഗ് ചെയ്തുകൊണ്ട് അവന്തിക അവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോ തന്നെ അയാളുടെ കോളിംഗ് ബെല്ല് വീണ്ടും മുഴങ്ങുന്നുണ്ട് കേട്ടോ. അവന്തികയാണെന്ന് വിചാരിച്ച് ഇയാൾ ഡോറ് തുറക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവിടുത്തെ ഒരു വെയിറ്ററാണ് വന്ന് നിൽക്കുന്നത്. സർ, എന്താടോ? സാറ് പറഞ്ഞ അപ്പോഴാണ് ഒരു സ്ത്രീ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇതാരാ? ഇത് സാറേ, സാറിന്റെ പാർട്ട്ണർഷിപ്പായിട്ട് ചേരാൻ വന്ന മിസ്സസ് ലത. മൂർത്തിയസ് ജ്വല്ലറിയിൽ നിന്നും ഇപ്പൊ പ്രതീക്ഷിച്ച ലാഭമൊന്നും കിട്ടുന്നില്ലല്ലേ? അയ്യോ സാർ, അങ്ങനെ ആയതുകൊണ്ടല്ല. എനിക്ക് നാഗേന്ദ്രൻ സാറിന് അറിഞ്ഞൂടെ? സാറിനെ ഒന്ന് കണ്ടിട്ട് ഇത് ഉറപ്പാക്കാന്ന് കരുതിയായിരുന്നു. ജ്വല്ലറിയുടെ ഓണർ ഞാനാണെന്ന് തനിക്ക് മാത്രമേ ഇവിടെ അറിയത്തുള്ളൂ, അല്ലാതെ മറ്റാർക്കും അറിയില്ല. അതെനിക്ക് അറിഞ്ഞൂടെ സാറേ. എന്തായാലും നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നീ അകത്തോട്ട് വാന്നേ. വരാ സാർ. അപ്പൊ മറ്റാള് ചിരിക്കുന്നു കേട്ടോ, ആ വെയിറ്റർ. താനെന്തിനാടോ ചിരിക്കുന്നത്? അല്ല, ഞാൻ മേഡത്തിനാക്കി തരാൻ. പോടോ, തന്റെ പണി നോക്ക്. ഇങ്ങോട്ട് ഇനി വേറെ ആരെയും കടത്തി വിടരുത് കേട്ടോ? ശരി സാറേ. ചേട്ടി പറഞ്ഞാ പോരാ, ആര് വന്നാലും ഇങ്ങോട്ട് കടത്തി വിടരുത്. ശരി സാറേ. എന്നാ താൻ പൊക്കോ. ഇതും പറഞ്ഞോണ്ട് അയാൾ ഡോർ അടയ്ക്കാണ് കേട്ടോ. അല്ല, കുറെ നാളായല്ലോ കണ്ടിട്ട്. നാഗേന്ദ്രൻ സാറ് കുറെ ആയില്ലേ ഗൾഫിലോട്ട് പോയിട്ട്. ഇപ്പൊ അടുത്ത് കോണ്ടാക്ട് ചെയ്തപ്പോഴല്ലേ നാട്ടില് വന്ന വിവരം അറിഞ്ഞത്. അത് പിന്നെ നിന്നോട് ഞാൻ പറയാതിരിക്കോ? അല്ല, സാറിന്റെ ഭാര്യയായിട്ട് ഇപ്പോഴും പെടുക്കത്തില്ല? അത് പിന്നെ പറയാനുണ്ടോ? അവളൊരു മൂരാച്ചിയില്ലേ. എന്ത് പറഞ്ഞാലും കടിച്ചു കീറി തിന്നാൻ വരും. അവളെയൊക്കെ ആർക്ക് വേണം? സാറിന്റെ ഒരു തമാശ. ഇതൊക്കെ പറഞ്ഞ് അവരിങ്ങനെ രസിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മൂർത്തി മുത്തശ്ശന് ഒരു ഫോൺ വരുന്നതാണ് കേട്ടോ. മൂർത്തി മുത്തശ്ശൻ ആ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് പത്മനാഭൻ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. പത്മനാഭനാണല്ലോ വിളിക്കുന്നത്. ഇതും പറഞ്ഞുകൊണ്ട് മൂർത്തി മുത്തശ്ശൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ മൂർത്തി, എന്തൊക്കെയുണ്ടോ? തനിക്ക് സുഖമല്ലേ? സുഖം തന്നെ പത്മനാഭ. എന്താ അവിടുത്തെ വിശേഷം? ഇവിടുത്തെ വിശേഷം ഞാൻ എന്നും പറയാറുള്ളതൊക്കെ തന്നെ. കൂടുതൽ വിശേഷമൊന്നുമില്ല. അല്ല, താൻ ഈ വഴിയൊക്കെ വരുമ്പോ ഇടയ്ക്ക് ഇവിടെയൊക്കെ കയറാറുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇല്ലത്തോട്ടും കാണാനില്ലല്ലോ. താൻ കുറെ കാലം ഗൾഫിലായിരുന്നില്ലടോ. ഇപ്പൊ അടുത്തല്ലേ നാട്ടിലോട്ട് വന്നത്. അത് ഞാൻ അറിയാൻ ഒരല്പം വൈകിപ്പോയി. പിന്നെ എനിക്കുണ്ടായ അസുഖത്തെക്കുറിച്ചൊക്കെ ഞാൻ തന്നോട് പറഞ്ഞതല്ലേ. അതിൻ്റെതായ അവശതകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാടോ മൂർത്തി. എന്നാലും ഞാനൊന്ന് ചോദിച്ചതാ. നമ്മൾ അങ്ങനെയുള്ള കൂട്ടുകാരല്ലായിരുന്നോ? അതേക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് പഴയ കാലത്തോട്ട് പോയിരുന്നെങ്കിൽ എന്ന് തോന്നുവാ. എടോ മൂർത്തി, ഞാൻ എത്രത്തോളം സത്യസന്ധനായ കൂട്ടുകാരനായിരുന്നു എന്നറിയോ? തന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതിൽ ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോട് പറയും ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ടെന്ന്. അത് പിന്നെ തിരിച്ചും അങ്ങനെ തന്നെയാ. പത്മനാഭനെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതിൽ എനിക്കും വലിയ സന്തോഷം തന്നെയാ. ഞാനും അത് ഒരുപാട് പറയാറുണ്ട്. അല്ല, വസുന്ധര അവിടെ ഇല്ലല്ലേ?
ആ ഇല്ല, അതെങ്ങനെ അറിഞ്ഞു? ഇല്ലത്ത് തറവാട്ടിലെ നമ്പൂതിരിയെ കണ്ടപ്പോഴാ വസുന്ധര മറ്റു പൂജയ്ക്കും കർമ്മത്തിനൊക്കെ വന്ന വിവരം പറഞ്ഞത്. ആ ചില അനർത്ഥങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. ആ അവശകുനൊക്കെ വീട്ടിൽ നിന്ന് കെട്ടിറങ്ങി പോകണം. അതിനുവേണ്ടി വസുന്ധര ചില പൂജകളും കർമ്മങ്ങളൊക്കെ നടത്താൻ കുടുംബക്ഷേത്രത്തിലോട്ട് പോയതാ. തനിക്കും കൂടെ പോന്നിരുന്നെങ്കിൽ ഇവിടെ വരെ ഒന്ന് വരായിരുന്നില്ലേ? വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ കമ്പനിയുടെ ചില കാര്യങ്ങളൊക്കെ അവതാളത്തിലാ. ഞാനും കൂടി ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കമ്പനി താഴോട്ട് പോവും. ആ അതേക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ചും കൂടി ചോദിക്കാനാ ഞാൻ വിളിച്ചത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. അത് പിന്നെ മൂർത്തി ജ്വല്ലറിയുമായിട്ട് ഏറ്റുമുട്ടാൻ ഇപ്പം മറ്റൊരു ജ്വല്ലറി വന്നിട്ടുണ്ട്. അതേത് ജ്വല്ലറി? മൂർത്തി ജ്വല്ലറിയുമായിട്ട് ഏറ്റുമുട്ടാൻ? അറിയില്ല പത്മനാഭ. എന്തായാലും എന്തോ വിദ്വേഷം വെച്ച് ആരോ കളിക്കുന്നുണ്ട് പിന്നീന്ന്. താൻ ഇടയ്ക്ക് വെച്ച് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താ? അത് മറ്റൊന്നും അല്ല മൂർത്തി. ഞാൻ തന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കുന്നത് നാഗേന്ദ്രന്റെ കാര്യം പറയാനല്ലേ? അതെ. അല്ല, നാഗേന്ദ്രൻ എന്തെങ്കിലും പണിയൊപ്പിച്ചോ? അങ്ങനെയൊന്നും ഇല്ല മൂർത്തി. പക്ഷേ നാഗേന്ദ്രൻ ഇപ്പൊ ഗൾഫിലില്ല. അവൻ കുറെ നാളായിട്ട് ഗൾഫിലായിരുന്നല്ലോ. അതെ, ഗൾഫിലായിരുന്നു. പക്ഷെ ഇപ്പോ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ ഇപ്പൊ നാട്ടിലോട്ട് വന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അവൻ നാട്ടിലോട്ട് വന്ന വിവരം ഒരു ഈച്ച പോയിട്ട് പൊടിക്കുഞ്ഞു പോലെ അറിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ തന്നെ വിളിച്ചൊന്ന് കാര്യം പറയാന്ന് വിചാരിച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടി. അവൻ ഇപ്പൊ വലിയ രീതിക്ക് സമ്പാദിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് അവന്റെ ഇങ്ങനൊരു കയറ്റം. ആരൊക്കെയോ ചതിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയതാണെന്നാ അറിയാൻ പറ്റിയത്. താനൊന്ന് കരുതിക്കോ. തന്നോട് മത്സരിക്കാൻ കഴിയുന്ന അത്രയും അവൻ ഇപ്പൊ സമ്പാദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നോട് ഏറ്റുമുട്ടാനും അവൻ മടിക്കില്ല. തന്നോട് മത്സരിക്കാനായിരിക്കാം ചിലപ്പോൾ അവൻ നാട്ടിലോട്ട് വന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ മൂർത്തി മുത്തശ്ശൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നാനുട്ടോ. എടോ പത്മനാഭ, താൻ എന്നിട്ട് ഇതെന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഞാൻ 1-2 ദിവസമായിട്ട് വിളിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴേ എനിക്കൊരു ഒഴിവ് കിട്ടിയത്. അല്ല, തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ അവനെ കൊണ്ട്? അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ ജ്വല്ലറി മൂർത്തി ജ്വല്ലറിയുമായിട്ട് മത്സരിക്കുന്നത്. ആ എൻ ജ്വല്ലറിയുടെ ഓണർ ഇവനാണോന്ന് എനിക്ക് സംശയമുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല മൂർത്തി. താൻ എന്തായാലും അവൻ എറിയുന്നതിനേക്കാളും ഒരു മുഴം മുന്നേ എറിയണം. എനിക്ക് അത്രയേ പറയാനുള്ളൂ. ശരിയോടോ പത്മനാഭ, താൻ ഈ വിവരം വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടും നന്നായി. ശരി മൂർത്തി. ഇതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നിട്ടോ. ആ സമയത്ത് തന്നെ മൂർത്തി മുത്തശ്ശന് മനസ്സിൽ ഓരോ ചിന്തകളായിട്ട് ഇങ്ങനെ കടന്നു വരാണ്. നാഗേന്ദ്രനായിരിക്കും ചിലപ്പോൾ ഏൻ ജ്വല്ലറിക്ക് പിന്നിൽ. അതെന്തായാലും കണ്ടെത്തിയേ പറ്റൂ. അവനാണ് ഇതിന് പിന്നിലെങ്കിൽ അവനെ വേരോടെ പിഴുതെറിയണം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവന്തികയാണ് കേട്ടോ. അവന്തിക കാറിൽ നന്ദാവനത്തിലോട്ട് വരുന്നത് കാണിക്കുന്നുണ്ട്. നന്ദാവനത്തിലെത്തി കാർ നിർത്തുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കനക ഓടി വരുന്നുണ്ട്. നയനയോ നവ്യോ ആദർശോ മറ്റോ ആണെന്ന് കരുതിയിട്ടാണ് വരുന്നത് കേട്ടോ. പരിചയമില്ലാത്ത ഒരു കാറാണ് മുന്നിൽ വന്ന് നിർത്തിയേക്കുന്നത്. ഇത് കണ്ടിട്ട് തന്നെ അതിശയിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ കനക. അങ്ങനെ കാറിന് മോഡേൺ ആയ അവന്തികയാണ് കേട്ടോ ഇറങ്ങുന്നത്. ഇത് കണ്ടപ്പോ കനകയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അല്ല, ഇതാരാ? അങ്ങനെ അവന്തികയാണെന്നുണ്ടെങ്കിൽ നന്ദാവനത്തിലോട്ട് കയറി വരാൻ കേട്ടോ. ഇതിലുണ്ടായിരുന്ന ഗ്ലാസ് എടുത്തിട്ട് കയറ്റി വെക്കുന്നുണ്ട്. ഹായ് ആന്റി, എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇത് എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ഇത്ര പെട്ടെന്ന് തന്നെ മറന്നോ? ആന്റി, ഞാൻ അവന്തികയാ, അഭിയേട്ടന്റെ അനിയത്തി. അയ്യോ, അവന്തിക മോളായിരുന്നു. എന്നോട് നയനമോള് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. മോളെ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് ഇരിക്കി. ഇവിടെ ആരും ഇല്ലേ? അങ്കിളില്ലേ? ഇവിടെ ഉണ്ട്. ഗോവിന്ദേട്ടാ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ആരാ കനകേ? ഇങ്ങോട്ട് വാ ഗോവിന്ദേട്ടാ. ഇതെന്ത് കോലാ ഗോവിന്ദേട്ടാ? അത് പിന്നെ ഞാനവിടെ ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലേ. മോളെ, ഇദ്ദേഹം ശില്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മുടെ അമ്പലത്തിലോട്ടുള്ള ഓർഡറാ, പെട്ടെന്ന് കൊടുക്കണം. അതുകൊണ്ട് ഏത് നേരം ഇദ്ദേഹം ഇപ്പൊ ഇതിന്റെ മുമ്പിലാ. ഓ സ്വീറ്റ് അങ്കിളെ, ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതേ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ജോലിയേക്കാളും നല്ല കാര്യമാണ്. എന്ന് വെച്ചാ എല്ലാ ജോലിയേക്കാളും മുമ്പന്തിയിലുള്ള ജോലിയാണെന്ന് അർത്ഥം. മോളിവിടെ ഇരിക്കി. ഓക്കെ, മോക്കെന്താ കുടിക്കാൻ എടുക്കേണ്ടത്? ജ്യൂസ് വേണോ അല്ലെങ്കിൽ കോഫി വേണോ ടീ വേണോ? ഓ, അതൊന്നും വേണ്ട ആന്റി, ഞാൻ ജസ്റ്റ് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. നന്ദുവിന് ഈടിയായിട്ട് എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടു. എന്നോട് ഏട്ടൻ പറഞ്ഞതാ. അതുകൊണ്ട് നന്ദുവിനെയും കൂടി ഒന്ന് കാണാന്ന് കരുതി. നന്ദു അകത്തുണ്ട് മോളെ. നന്ദു അകത്തുണ്ടോ? എന്നാ പിന്നെ ഞാനൊന്ന് ചെന്ന് കാണട്ടെ. അല്ല, മോക്കെന്താ കുടിക്കാൻ എടുക്കേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഓ ശരി, എന്നാ പിന്നെ ഇവിടെ വന്നിട്ടൊന്ന് കുടിച്ചില്ലെന്ന് വേണ്ട, എനിക്ക് ജ്യൂസ് എടുത്തോ ആന്റി. ശരി മോളെ. പിന്നെ വിത്തൗട്ട് മതി കേട്ടോ, ഞാനിപ്പോ ഒന്ന് തടി കുറയ്ക്കാണ്. അയ്യോ, അതിനു മാത്രമുള്ള തടിയൊന്നും അവന്തിക മോക്കില്ലല്ലോ. ഓ, അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആന്റി. ഇപ്പോഴേ നന്നായിട്ട് തടി വെച്ചാൽ ശരിയാവത്തില്ല. ശരി, അധികം മധുരമൊന്നും ഇടുന്നില്ല. ശരി ആന്റി, ഞാനേ നന്ദുവിനൊന്ന് ചെന്ന് കാണട്ടെ. ശരി. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് അവന്തികയാണെങ്കിൽ നന്ദുവിനെ കാണാൻ വേണ്ടി മുറിയിലോട്ട് ചെല്ലുമ്പോൾ നന്ദു ബുക്ക് വായിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഹലോ. അങ്ങനെ ഈ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവന്തികയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. നന്ദുവിനെ ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവന്തികയോ?
എന്ത് കരുതി? എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലേ? അത് പിന്നെ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നി. ദേ നന്ദു, ഞാൻ പഴയ പോലെ ഒരാളല്ല, ഒരുപാട് മാറി. ആ സമയത്ത് നന്ദുവിന്റെ മനസ്സിൽ എങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, മാറിയെങ്കിൽ നിനക്ക് നന്ന്, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അവസ്ഥയും നിന്റെ ഏട്ടനെ പോലെ ആയിരിക്കും. എന്താ നന്ദു ആലോചിക്കുന്നത്? എന്റെ അവസ്ഥയും ഏട്ടനെ പോലെ ആയിരിക്കും എന്നാണല്ലേ? അയ്യോ, അങ്ങനെയല്ല. കള്ളം പറയേണ്ട നന്ദു, നീ എന്താ ആലോചിച്ചെന്നേ എനിക്ക് മനസ്സിൽ കാണാൻ പറ്റൂ. അല്ല, നീയും അനിയുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. അത് പിന്നെ ഇവിടത്തെ അച്ഛനും അമ്മയ്ക്കൊന്നും അതിന് സപ്പോർട്ട് ഇല്ലല്ലേ? നന്ദു, നീ അവരെയൊന്നും നോക്കണ്ട, നിനക്ക് കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും. അനന്തപുരിയിലോട്ട് വരാൻ വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ദേ, നിങ്ങൾ പ്രണയിച്ച് നടന്നു, ശലഭങ്ങൾ പോലെ പ്രണയിച്ചിട്ട് ഇപ്പോഴൊക്കെ തന്നെ പ്രണയിക്കാൻ പറ്റുള്ളൂ. എന്തായാലും അനിയുടെ തലേന്ന് ആ അനാമിക എന്നുള്ള ഭാരം ഒഴിഞ്ഞു പോയല്ലോ. ഇനി എന്തായാലും നന്ദുവിനെ ആയിരിക്കും നമ്മുടെ അനിക്ക് ഇഷ്ടം. അപ്പൊ പിന്നെ നമുക്ക് അത് തന്നെ നോക്കാലോ. ദേ അവന്തിക്ക്, ഒന്ന് പതുക്കെ പറ. അച്ഛനും അമ്മയും കേട്ടേണ്ടി വന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. ഓ, ഞാനായിട്ട് അവരെയൊന്നും അറിയിക്കുന്നില്ല. പിന്നെ നീ ചെയ്ത പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ ഏട്ടനെ ജയിലിലോട്ട് കൂട്ടിക്കൊണ്ട് പോയത്. അത് പിന്നെ അയ്യോ, ഞാനതിന് വിരോധം കാണിക്കാൻ വന്നതൊന്നും അല്ല കേട്ടോ. ഏട്ടൻ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ ഏട്ടൻ അനുഭവിക്കണം. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടേ ഏട്ടൻ ഇത് കിട്ടിയതിൽ എനിക്കൊരു കുഴപ്പമില്ല. അതിന് ശരിക്കും പറഞ്ഞാൽ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ കനക ജ്യൂസായിട്ട് അങ്ങോട്ട് വരുന്നത്. മോളെ, ദ ജ്യൂസ്, മോള് കുടിക്കേ. ശരി ആൻറ്റി. മധുരം ഇട്ടിട്ടില്ലല്ലോ? ഇല്ലെന്നേ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ കേട്ടോ. പിന്നെന്നതു ചോദിക്കാൻ വിട്ടു, നിന്റെ കാലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഏയ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിന്റെ വിവരം അറിയാനും കൂടി കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഇതൊക്കെ ശരിയായിട്ടേ നീ അനന്തപുരിയിലോട്ടൊന്ന് ഇറങ്ങേ, നമുക്ക് എന്തായാലും ഒരു ദിവസം കാണാം. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആൻറ്റി? അയ്യോ മോളെ, ഒന്നും കഴിക്കാതെ പോവാണോ? ഓ, എൻ്റെ ആൻറ്റി, നിങ്ങളുടെ കൈപ്പുണ്യം അടിപൊളിയാണെന്ന് ഏട്ടന്മാരെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ദിവസം പറഞ്ഞിട്ട് തന്നെ വരുന്നുണ്ട്. അന്ന് എനിക്കൊരു സദ്യ ഒരുക്കി വെക്കണേ. അതൊക്കെ ഒരുക്കി വെക്കാം മോളെ. എന്നാലും ഇന്നെന്തായാലും വേണ്ട, പിന്നൊരു ദിവസം ആവാം. ഞാൻ വലിയ ഭക്ഷണം കൊതിച്ചിയാ, അതുകൊണ്ട് എന്തായാലും ഒരു ദിവസം ഇവിടേക്ക് വന്നിരിക്കും. പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി നന്ദു. അങ്കിളേ. ഓ, അങ്കിളിവിടെ ശില്പപ്പണിയിലാണല്ലേ? എനിക്കും ശില്പപ്പണിയൊക്കെ പഠിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. അയ്യോ, വലിയ വീട്ടിലെ പെൺകുട്ടികൾക്കൊന്നും ഇത് പറഞ്ഞിട്ടുള്ളതല്ല മോളെ. അങ്ങനെയൊന്നുമില്ല. വലിയ വീട്ടിലെന്നോ ചെറിയ വീട്ടിലെന്നോ ഒന്നുമില്ല ക്ലേ കുഴച്ച് ദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൽ. നയനേട്ടത്തെ പോലെ എനിക്കും അത് പഠിക്കണമെന്നുണ്ട്. എന്തായാലും ഞാനും ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു ദിവസം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അങ്കിളെ? അത് പിന്നെ ഒന്നും കഴിക്കാതെ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ വരാന്ന്. അപ്പം പിന്നെ പിന്നൊരു ദിവസം വരാം. എന്നാ പിന്നെ ശരി അങ്കിളെ. ആൻറ്റി ശരി കേട്ടോ. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവന്തിക ഇറങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഒരു സ്നേഹം പിടിച്ചു പറ്റാന്നുള്ളതാണ് അവന്തികയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം, ദുരുദ്ദേശം. എന്തായാലും നയനിയെ കൊല്ലാൻ വേണ്ടി ഇനി എന്തൊക്കെ പ്ലാനുകളാണ് ഒരുക്കി വെക്കുക എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ അറിയാം. അപ്പോൾ ആ ഒരു അടുത്ത എപ്പിസോഡ് കേട്ടോ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്താണ് ഞാൻ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.